ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എന്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു. ലോഹ്യം മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. നാട്ടുകാരെ ബോധിപ്പിക്കണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം കിട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. ഗോപാൽ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ, എന്നെ അത്രക്ക് വിശ്വാസമില്ലേ? അത് പിന്നെ അവൻ വിചാരിച്ചു ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് മാരണം കാണിച്ച് അഴിഞ്ഞാടാനാണ്. നീ വിഷമിക്കാണ്ടിരിക്കും, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നല്ല കുക്കിംഗ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എക്സ്ക്ലൂസീവ് റെസിപ്പീസ് ഒക്കെ സബ്സ്ക്രിപ്ഷൻ വഴി കൊടുക്കാം. അതുപോലെ മറ്റു പല കണ്ടന്റ് കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കണ്ടന്റുകൾ എക്സ്ക്ലൂസീവായി വ്യൂവേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഈ ഫീച്ചർ നൽകിയത്. ചിലപ്പോൾ അവനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് അവൻ വിചാരിച്ച് കാണും. അവന്റെ കാര്യം വിട്, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് മാരടം കാണിച്ച് അഴിഞ്ഞാടുന്ന സമയത്ത് അത് നിങ്ങളുടെ മകനെയും വളർത്തു മകനെയും നല്ല രീതിയിൽ ബാധിക്കും. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ബേസിക് കോമൺ സെൻസ് നിങ്ങൾക്ക് പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്ന് അവൻ നിങ്ങളെ വിമർശിച്ച സമയത്ത് പോലും, നിങ്ങളോട് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് പോലും നിങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? നമുക്ക് 2.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ എന്നുള്ളത് അല്ലേ? ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അന്നത്തെ രേണുവിന് ഇന്റൻഷൻ വ്യക്തമാണ്. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കണം. മക്കളെ ആത്മാഭിമാനം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, കുറച്ച് പൈസ ഉണ്ടാക്കണം. ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വെയിറ്റ് കാണും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു.